നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ചാലഞ്ച് എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്: ബ്ലൂ, പിങ്ക്, ബ്ലാക്ക്. ഈ 3 കളേഴ്സ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ചില സമയത്ത് എനിക്ക് അന്ന് തന്നെ റീഡിംഗ് തരാൻ പറ്റും. അത് ബുക്കിംഗ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 ദിവസമൊക്കെ എടുക്കാൻ വഴിയുണ്ട് കേട്ടോ. പിറ്റേ ദിവസമൊക്കെ തരാൻ പറ്റുള്ളൂ. അപ്പോൾ എമർജൻസി റീഡിങ് വേണമെങ്കിൽ അത് എന്താ പറയുക, മറ്റുള്ളവരുടെ ബുക്കിംഗ് മാറ്റി വെച്ചിട്ട് വേണം ആ റീഡിങ് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡബിൾ ചാർജ് ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കളേഴ്സ്. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലാക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തൊക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. പിന്നെ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് നോക്കാം. പിന്നെ ആ ചാലഞ്ചിനെ ഓവർകം ചെയ്യാനുള്ള അതിനെ സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഗൈഡൻസ് കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. എനിക്ക് ഈ കാർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഞാൻ എൻ്റെ ചില കാര്യങ്ങളിൽ ഇത് നോക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ വായിച്ചറിയുന്ന പോലെ, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉള്ള പോലെ തോന്നാറുണ്ട് കാർഡ്സിൽ. അപ്പോൾ ഒരു ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. രണ്ട് കാർഡുണ്ട്. ഗംഗ, ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഈ ഗംഗാദേവിയുടെ നദിയാണ്. അപ്പോൾ ശിവൻ ജടയുടെ ഉള്ളിലാണ് അഭയം കൊടുക്കുന്നത് ഗംഗാദേവിക്ക്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഭൂമിയിലേക്ക് ഗംഗ ആകാശത്തു നിന്നാണ് പതിക്കുന്നത്. അപ്പോൾ അത് ഭൂമിയിലേക്ക്, ആ ഗംഗയുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ആ ഫോഴ്സിൽ ഗംഗ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയം ഉണ്ടാവും, എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശിവഭഗവാൻ ജടയിലേക്ക് ഒഴുകിക്കോളാൻ പറഞ്ഞത്. അപ്പോൾ ശിവഭഗവാന്റെ തലയുടെ ഒരു ആ ശക്തി എന്തായിരിക്കും ആലോചിക്കുക. അപ്പോൾ അതിനേക്ക് ദൈവമാണല്ലോ, അപ്പോൾ അതിലേക്ക് ഒഴുകി കയറുകയാണ് ഗംഗ. മനസ്സിലായോ? ആ ശക്തി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭയങ്കര ഫോഴ്സ് ആയതുകൊണ്ട്, വെള്ളച്ചാട്ടം അല്ലല്ലോ, ഒരു ഭൂമി, അത് ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ജടയിലേക്കാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചാലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഡിസാസ്റ്റർസ് ആണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് വേണ്ടി വരും എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഇതിലെന്തായിരിക്കും? വർഷിപ്പ് ലോർഡ് ശിവ ഫോർ ഹിസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ to avoid any sort of disaster or problem and make things and people in your life in your favor. അപ്പോൾ ഇതെന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി, എല്ലാം പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. പിന്നെയുള്ള കാർഡ് ആദിശക്തിയാണ്. രണ്ടും എനർജീസ്, ഫീമെയിൽ എനർജീസ് ആണ്. എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് possibilities. Step into a world brimming with new possibilities alongside your soulmate. Embrace the freedom to seek advice and receive support from your spouse, partner. അപ്പോൾ ചില സമയത്ത് സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിലുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കണം. അപ്പോൾ ആ സോൾമേറ്റിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വൈസും സപ്പോർട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾക്ക് ഈഗോ ഉള്ള, നമ്മളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം, അതെന്തിന് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സ്വന്തം ഭർത്താവ് ഭാര്യ ആണെങ്കിലും
അവർ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാലും ഓ ഇവരുടെ നിനക്ക് അഡ്വൈസ് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ഈഗോ നമുക്ക് വരും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ അഡ്വൈസ് കേൾക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളുടെ ചിന്തകൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല നമ്മുടെ. അപ്പോൾ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കും ആൾക്കാർ. അപ്പോൾ അവർ നേരത്തെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അവർ ആ പ്രശ്നം എങ്ങനെ, ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇതിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് ചിലപ്പോൾ അവർക്കറിയായിരിക്കും. അപ്പം നമ്മളോട് ഏറ്റവും അടുത്ത ആളുകളോട്, ഇതിവിടെ സ്പൗസ് എന്നാണ് പറയുന്നത്, നമ്മളെ ഭാര്യയോ ഭർത്താവോ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ, നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളോട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാലഞ്ച് എല്ലാം ഫേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ എളിമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള എളിമ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമുക്ക് നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് 4 ചീത്ത പറയും. ചിലർ മീൻസ് ഒന്നും പറയില്ലെങ്കിലും ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നടന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കാണുന്ന കുറേ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്. നമ്മൾ കാണാത്ത എന്തോരം അനുഭവങ്ങൾ, എത്രയോ ആൾക്കാർക്കാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ കാലത്ത് പുറത്തിറങ്ങിപ്പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ അല്ലേ? മക്കളെയും ഭാര്യയും അല്ലെങ്കിൽ മക്കളെയും ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ നമ്മൾ വീട്ടിൽ വിട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഈ തിരിച്ചു വരുന്നതിന് എന്താ ഒരു ഇത് പോയിന്റ് ഉള്ളത് അല്ലേ? ഒരു എന്താ പറയുക, അതിനൊരു മീൻസ് ഒരു വരുമെന്നതിന് നമുക്കെങ്ങനെ അറിയാം നമ്മൾ തിരിച്ചു വരുമോ ഇല്ല? അല്ലെങ്കിൽ ചില സമയത്ത് വാക്കുകൾ കിട്ടാറില്ല. അപ്പോൾ എങ്ങനെ മീൻസ് നമ്മൾ പോയാൽ തിരിച്ചു വരും എന്നതിനുള്ളത് നമ്മൾക്ക് അറിയില്ല, നമ്മൾ വരുമോ ഇല്ലയോ എന്ന് അല്ലേ? ഒരു നിമിഷത്തെ കാര്യമുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അത് വലിയൊരു എത്രയോ പേര് പോയിട്ട് തിരിച്ചു വരുന്നില്ല. എത്രയോ ആളുകളാണ് ഓരോ ദിവസവും പേപ്പർ നോക്കുമ്പോഴും ടി വി കാണുമ്പോഴും യൂട്യൂബിലാണെങ്കിലും മരണമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ? പക്ഷെ നമ്മളത് ആലോചിക്കാറില്ല അല്ലേ? അപ്പോൾ ദൈവം നമ്മൾ കണ്ട് മനസ്സിലാക്കാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവാറില്ല. കാണാൻ പറയത്ത് ദൈവം എന്തോരം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നെ. അപ്പം നമ്മൾ എപ്പോഴും ദൈവത്തിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നമുക്കൊരു കൃതാർത്ഥത വേണം. കൃതജ്ഞത വേണം. അല്ലേ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് അത് വേണം ദൈവത്തിനോട് കേട്ടോ. എപ്പോഴും ആരോടാണെങ്കിലും നമുക്കൊരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ദൈവമാണെങ്കിൽ പോലും. അപ്പോഴാണ് കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ വരിക. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എല്ലാം നല്ലത്, പ്രശ്നങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരും. നിങ്ങളതാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ അഡ്വൈസ് എടുക്കാനുള്ള സന്നദ്ധത കാണിക്കണം, അതിനുള്ള എളിമ കാണിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇഷ്ടം പോലെ. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി 4 ഓഫ് സ്വേർഡ്സും 2 ഓഫ് കപ്സും ആണ് ഓവറോൾ എനർജി. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടേതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്, ഒരുപോലെ ചിന്തിക്കുന്നവർ, ഒരുപോലെ പെരുമാറുന്നവർ. ചിലപ്പോൾ നിങ്ങൾ ടെലിപ്പത്തിക്കലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവും. എനർജറ്റിക്കലി നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് രണ്ടുപേരും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും തമ്മിൽ മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മറ്റേ ആളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കാറുണ്ടെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മൾ അവർ എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്നതല്ല, അവർ
ഡിസ് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവർക്കൊരു കെയർ നമ്മൾ കൊടുക്കാറില്ല ചില സമയത്ത്. അപ്പോൾ ഇതിൽ അതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ലേസിയാണ്. രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്, എല്ലാവരും പറയുന്നത് മെയ്ഡ് ഫോർ ഈച്ച് അതർ, അപ്പോൾ ഇതിനകത്ത് ഇനി വർക്ക് ചെയ്യാനില്ല എന്നൊരു ചിന്ത. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടാവുന്ന രണ്ടുപേരായിരിക്കാം. എന്തായാലും ഇതൊരു ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എല്ലാ സിറ്റുവേഷനും നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോയി അത് കേടായി പോകാൻ വഴിയുണ്ട്. റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം ഇവിടെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന്. മനസ്സിലായോ? ഏത് സിറ്റുവേഷൻ ആണെങ്കിലും. അതിനാണ് എക്സാംസ് ഒക്കെ സ്കൂളിൽ വെക്കുന്നത്. പിള്ളേർ എത്ര വരെ ഇമ്പ്രൂവ് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഈ എക്സാമിൽ എന്തോരം ഇമ്പ്രൂവ് ആയി. അപ്പം നമ്മൾ എല്ലായിടത്തും നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. പരീക്ഷണങ്ങളല്ല, ചെക്ക് നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ഒരു മന്ദത വരുന്നുണ്ട്. കാരണം രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറാന്ന് എല്ലാവരും പറയുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ രണ്ടു പേർക്കും ആഗ്രഹങ്ങൾ, വേറെ പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് തമ്മിൽ പറയാനൊരു മടി. മനസ്സിലായോ? അപ്പോൾ കുറച്ച് ലേസി ആയ രണ്ടുപേരും എല്ലാം പോകണം, നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ടുപേരും, ഞങ്ങൾ ലവ് മാരേജ് ആണ്, പിന്നെ ഇനി എന്ത് നോക്കാൻ. വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് എന്നൊരു ചിന്ത ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ ഉണ്ട്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ. 4 ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് പേജ് ഓഫ് സ്വേർഡ്സും അപ്രൈറ്റും. പേജ് ഓഫ് സ്വേർഡ്സ് പറഞ്ഞാൽ സ്പൈ ചെയ്യുക. 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 3 ഓഫ് കപ്സ് ഒരു കമ്പാനിയൻഷിപ്പ് ഇല്ലാത്ത പോലെ, ഒരു കംഫർട്ട് ഇല്ലാത്ത പോലെ, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന് എന്തോ ഒരു കുറവ് വന്ന പോലെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ പണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നവർ വിവാഹം കഴിച്ചതായിരിക്കാം. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പണ്ട് നിങ്ങൾ ഷെയർ ചെയ്തിരുന്ന പോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോയത് കൊണ്ടായിരിക്കാം. പണ്ട് നിങ്ങൾ എത്രയും ക്ലോസ് ആയിരുന്നോ ആ ഒരു ക്ലോസ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരു ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ മറ്റേയാളുടെ ഉള്ളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ ആരോ ഒരാൾ ഈ സിറ്റുവേഷന് മറ്റേയാളെ സ്പൈ ചെയ്യുന്നുണ്ട്. അത് രണ്ടുപേരും ആവാം, അല്ലെങ്കിൽ ഒരാൾ സ്പൈ ചെയ്യുന്നുണ്ട്. ഒരാൾ ഇതൊന്നും അറിയാതെ വളരെ ഹാപ്പി ആയിട്ട് ഇത് റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, എല്ലാവരോടും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇവിടെ 2 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 5 ഓഫ് കപ്സും 9 ഓഫ് വോൺസുമാണ്. 9 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാന്ന് പറയില്ലേ. ഇവിടെ സ്ട്രഗിൾ കാണിക്കുന്നില്ല, ഇവിടെ ഡിസപ്പോയിൻമെന്റ് ഇല്ല. ഒരാൾക്ക് ഡിസപ്പോയിൻമെന്റും ഇല്ല, സ്ട്രഗിളും ഇല്ല. മറ്റേ ആൾക്ക് എന്തൊക്കെയോ സ്ട്രഗിൾ ഉള്ള പോലെ, ഒരാൾക്ക് എന്തോ സ്ട്രഗിൾ ഉള്ള പോലെ. അപ്പോൾ അയാൾക്കാണ് ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ച് ഉള്ളത്. നിങ്ങളാവാം, നിങ്ങൾ പേഴ്സൺ ആവാം. മനസ്സിലാവുന്നു? ഇവിടെ ഒരു സ്ട്രഗിൾ നടക്കുന്നത്. ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിരുന്ന കാര്യങ്ങളും തമ്മിൽ അഡ്വൈസ് എടുത്തുന്നതൊക്കെ നിങ്ങളിപ്പോൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. കാരണം ഇവനിപ്പോൾ എൻ്റെ ഹസ്ബൻഡാണല്ലോ, അല്ലെങ്കിൽ ഇവളെൻ്റെ വൈഫാണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അത്രയും അങ്ങോട്ട് ഇത് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ആർക്കൊക്കെയോ വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ചാലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? ഈഗോ ആണോ ചാലഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? 10 ഓഫ് പെന്റക്കിൾസ്, ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. ചിലരെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് കല്യാണം കഴിക്കുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. നിങ്ങൾ നിങ്ങൾക്ക് ഒരു 10 ഓഫ് പെന്റക്കിൾസ് ആയിരുന്നു പ്രതീക്ഷ. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സക്സസ്, നല്ലൊരു ഫാമിലി, ലോങ് ടേം റിലേഷൻഷിപ്പ്, പിന്നെ പണം എല്ലാം. അപ്പോൾ ഇത് ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരാൾ സ്വന്തം ഇഷ്ടത്തിനായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ, അത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ എന്നുള്ളൊരു ചിന്ത. കാരണം ഇത് റിലേഷൻഷിപ്പ് ആണല്ലോ, ഒറ്റയ്ക്കുള്ള പരിപാടിയല്ലല്ലോ. മറ്റേ എംപറർ വരുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ
ഇതൊരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് രണ്ടുപേരും ഇതിനകത്ത് തുല്യ പങ്കാളിത്തം എടുക്കണമെന്നാണ് ഒരാളുടെ ചിന്ത. മറ്റേ ആൾ ഇതൊന്നും അറിയാതെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതായിരിക്കും ഒരു ചാലഞ്ച് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്, നിങ്ങൾ വലിയ ഒരു നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫ് പെർഫെക്റ്റ് ആണ്, നിങ്ങൾ പവർ കപ്പിളാണ്, രണ്ടുപേരും എന്ത് തൊട്ടാലും പൊന്നാകുന്ന ഒരു ഇതാണ്. ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ്, എംപത്തിക്കൽ, മിസ്റ്റീരിയസ് അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ഒരു ഡിവൈൻ കപ്പിളാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മനസ്സിലായോ? ഒരാൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര മോറൽ വാല്യൂസ് ഉള്ള ആളാണ്, മറ്റേ ആൾക്ക് അത്രയും ഇല്ലാത്ത പോലെ. പിന്നെ ഇവിടെ ചാരിയറ്റ്, അപ്പോൾ ഒരു യൂണിവേഴ്സൽ, ഒരു ഡെസ്റ്റിനിയുടെ ഒരു പുഷ് വരുന്നുണ്ട്, നിങ്ങൾ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന ആൾ, മറ്റേ ആൾ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരാൾ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റക്ക് എനർജി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആലോചിച്ച് തീരുമാനിക്കുന്ന ആൾ കുറേ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തില്ല, സറണ്ടർ ചെയ്തു, ഇതെങ്ങനെയെങ്കിലും അവിടെ പോണ പോലെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റക്ക് എനർജി, ഒരു എവിടെയോ ചെന്ന് ഇപ്പോൾ ഇതൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂവ്മെന്റ് ഇല്ല റിലേഷൻഷിപ്പിൽ. പണ്ടത്തെ പോലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം അതാണ് നിങ്ങളെ ട്രബിൾ ചെയ്യുന്നത്. മനസ്സിലായോ? പണ്ടത്തെ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, പണ്ടത്തെ പോലത്തെ ഒരു എൻജോയ്മെന്റ് ഇല്ല, പണ്ടത്തെ പോലത്തെ ഒരു ഫ്രീഡം ഇല്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് റിലേഷൻഷിപ്പിലേക്ക് മാറിയപ്പോൾ ആ ഫ്രീഡത്തിന് ഭയങ്കരമായ വ്യത്യാസമാണ്. എന്ത് പറയണം, എല്ലാം പറയാമോ എന്നൊക്കെ ഒരു ചിന്ത, പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ട്രൈ ചെയ്തിട്ട് ഒരാൾ സറണ്ടർ ചെയ്തു, എനിക്കിനി വയ്യ, പോണ പോലെ പോട്ടെ എന്നാണ്. അപ്പോൾ ഒരാൾ പൈസയുടെ പുറകെ പായുന്ന ഒരാളുണ്ട്. മനസ്സിലായി? കുറച്ചൊന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ. അപ്പോൾ പൈസയുടെ പുറകെ ചിലപ്പോൾ ഓടുന്ന ഒരാളുണ്ട്. മറ്റേ ആൾ ഒരു എന്താ പറയുക, ഇത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് നിന്ന് പോകരുത് എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. മനസ്സിലായി? റിലേഷൻഷിപ്പ് എൻഡിലേക്ക് പോകാൻ വഴിയുണ്ട്. ഇതൊരു ഡെത്ത് കാർഡാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻഡിലേക്ക് പോകാൻ വഴിയുണ്ട്. അതിനു മുമ്പ് സംസാരിക്കണമെന്ന് ആരോ വിചാരിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ ഏറ്റു പറയണം, ഇതൊന്ന് സോൾവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സിറ്റുവേഷൻ, ഈ സൈക്കിൾ എൻഡ് ആവണം. ഇപ്പം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഇത് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഇതാരാണോ ഈ റീഡിങ് കാണുന്ന ആ പേഴ്സൺ, ഈ പ്രശ്നങ്ങൾ അവസാനിക്കണം. എന്നിട്ട് രണ്ടാമത് നമുക്ക് പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുറകെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 10 of Pentacles ഉണ്ട്. നിങ്ങൾ ഭയങ്കര പൈസയുള്ള രണ്ട് പേരാണ്, പക്ഷേ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്നതാണ്. പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾ വിവാഹം കഴിച്ചത്. ബെസ്റ്റാണ് നമ്മുടെ ബിസിനസ്സിന്, രണ്ടുപേർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ജോയിൻറ്റ് ബിസിനസ്സും മാരേജും. അപ്പോൾ പുറത്തേക്ക് പോവില്ല, പുറത്തുള്ള സഹായം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. അപ്പോൾ ഇതൊന്ന് എൻഡ് ചെയ്തിട്ട് ഒരാളല്ലെങ്കിൽ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് പഴയ പോലെ, നമ്മൾ ഈ എഴുതിയതെല്ലാം സ്ലേറ്റിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് രണ്ടാമത് എഴുതി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഭയങ്കര ക്രിയേറ്റീവാണ്, റൊമാൻറ്റിക് ആണ്, മറ്റേ ആൾ പണത്തിൻ്റെ പുറകെ ഓടുന്ന ആളാണ്. അവിടെ ഇതൊരു വ്യത്യാസമുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരാൾ ഇമോഷണൽ അല്ല, മറ്റേ ആൾ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരാൾക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ ചാലഞ്ച് മെയിനായിട്ട്. അപ്പോൾ കുറേ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കപ്പെടുന്നു, പണ്ടത്തെ പോലെ ഫ്രീഡം ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ടില്ല. കാരണം ആദ്യം നിങ്ങൾ ഫ്രണ്ട്സ് ആയപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിന്തയില്ലായിരുന്നു, രണ്ടുപേരും തമാശ രൂപത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾ പണത്തിൻ്റെ പുറകെ പോകുന്നു, ഒരാൾ സ്നേഹത്തിൻ്റെ പുറകെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് ഇല്ലായ്മയാണ് ഇവിടുത്തെ മെയിൻ ചാലഞ്ച്. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതിയോ സമയമോ മറ്റേ ആൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇതിനൊരു ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ്? അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തതാണ് ഇവിടുത്തെ ചാലഞ്ച്. എല്ലാം റിവേഴ്സാണ്. ഓക്കെ, ഇതിങ്ങനെ പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് ഒക്കെ നിങ്ങൾ വിട്ട് കളയണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എംപറർ ഉണ്ട്, ഒരു കൺട്രോൾ ഫ്രീക്കാണ് ഒരു എംപറർ. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത കാണിക്കണം. ഇവിടെ ഒരു
പേജ് ഓഫ് കപ്സ് ഉണ്ട്, ഇമ്മച്യൂർ എനർജിയാണ്. പക്ഷേ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധ കിട്ടുന്നില്ല, ഇവിടെ കൺട്രോൾ വിട്ട്, മീൻസ് ഒരാൾ മറ്റേ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് വിട്ട് കളയുക. പിന്നെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങളുടെ എയിം ഈ റിലേഷൻഷിപ്പ് കൊണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇതിവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അല്ല, ഒരാൾ ഡെലിബറേറ്റ്ലി മറ്റേ ഹേർട്ട് ചെയ്യല്ല. റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോൾ നമ്മൾ കുറേ ചാലഞ്ചൊക്കെ എടുത്തിട്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മളൊരു റിലാക്സ് ചെയ്യും അല്ലേ, ആ ഒരു സമയമാണിത്. അപ്പോൾ ആ റിലാക്സിൽ മറ്റേയാൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു ചിന്ത മറ്റേയാളുടെ മനസ്സിലേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് അയാൾ റിലാക്സ് ചെയ്യുന്നത്. ഒരാൾ പക്ഷേ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നും എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നും ഒരു സംശയം, അതാണ് നിങ്ങളുടെ ഒരു ചാലഞ്ച്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് തന്നെയാണ്, നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളില്ലാതെ. പിന്നെ ഇത് കുറച്ചൊരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ, ഒന്ന് റിലാക്സ് ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ പഴയ പോലെ ഫ്രണ്ട്സ് ആകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ ഇപ്പോൾ ഒരാൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വന്തം കാര്യം തന്നെത്താനെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞ പോലെ ലൈഫിലേക്ക് ഒരാൾ വന്നപ്പോൾ അതാണ്. പിന്നെ ഈ റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് ഇല്ലെന്നൊരു പേടിയുണ്ട്, പക്ഷേ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇത് കുറച്ച് സമയം കഴിയും, ഇതിന് സമയം കൊടുക്കുക, അതാണ് നമ്മളുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക. പിന്നെ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാലഞ്ച് നിങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് സോൾവ് ചെയ്യും ഓട്ടോമാറ്റിക്കലി, ഡിവൈൻ ടൈമിൽ അത് മാറിക്കോളും എന്നാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ഏരീസ്, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, ഭയങ്കര സ്ട്രോങ് Scorpio, Taurus, Virgo, Capricorn, Gemini, Virgo, Pisces, Cancer, Pisces സ്ട്രോങ് ആണ്. പിന്നെ Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini. അപ്പോൾ ഇതാണ് ബ്ലാക്ക് സെലക്ട് ചെയ്തതിൻ്റെ റീഡിങ് കേട്ടോ. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് കേട്ടോ. ബ്ലൂ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി എന്താണ്, എന്താണ് റിലേഷൻഷിപ്പിനെ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. നേരത്തെ കാർഡ്സ് ഇഷ്ടംപോലെ വീണത് കൊണ്ടാണ് ഞാൻ അത്രയും റീഡിങ് എടുത്തത്, കുറച്ച് നീണ്ടു പോയത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാർഡ്സിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് ആണ് എടുക്കുന്നത്. ഓം ശിവായ, ഇത്രയും കാർഡ്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല, സോറി. എനിക്ക് ഒരു കാർഡ് തരിക പ്ലീസ്, ഇതെടുക്കാം, ഇതാണ് മറന്നത്, ഒന്നും മറന്നില്ല. ക്രോസ് റോഡ്, നിങ്ങളൊരു വഴിത്തിരിവിലാണ്. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ. ചൂസ് ദ റൈറ്റ് പാത്ത്. അപ്പം നിങ്ങൾ ശരിയായ വഴി സെലക്ട് ചെയ്യണം, മനസ്സിലായോ? അതാണ്, നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ സഹായം ചോദിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തിനോട് സഹായം, എനിക്ക് നേരായ വഴി കാണിച്ചു തരണേ എന്ന് നമ്മൾ എപ്പോഴും, നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മളുടെ വിദ്യാബോധമാണ് എല്ലാം ഞാനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, ലോകം മുഴുവനും നമ്മളെ കൊണ്ടാണ് നടക്കുന്നതെന്നാണ് നമ്മളുടെ ചിന്ത. നമ്മൾ വെറുതെ അയ്യോ അത് വന്നാൽ, പ്രളയം വന്നാൽ എന്തു ചെയ്യും, അത് വന്നാൽ എന്തു ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വരുത്തുന്നത് ഒരാളാണ്, അതിനെ റെമഡിയും ഒരാൾ തന്നെയാണ് കാണുന്നത്. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ, അത് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വരുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രിപ്പയർ ചെയ്യുക, നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡെവലും, അത് കോമഡി ആയിരുന്നു. ഓക്കെ,
ഇവിടെ ഡബിൾ എനർജി. ഒരു റിലേഷൻഷിപ്പിനെ ചെകുത്താൻ കൺട്രോൾ ചെയ്യുന്ന, ഒരു റിലേഷൻഷിപ്പിനെ ഏഞ്ചൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഏഞ്ചൽ കൺട്രോൾ ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണോ ചെകുത്താൻ്റെ കയ്യിലേക്ക് പോയത്? അറിയില്ല, നമുക്കൊന്ന് റീഡിങ് നോക്കാം. അതാണ് ക്രോസ് റോഡ് എന്ന് പറഞ്ഞത്, ഒരു വഴിത്തിരിവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി 2 കാർഡ് വീണു. ഒരു സ്റ്റാറും സണ്ണും ആണ് വീണേക്കുന്നത്. ഹാപ്പിനെസ്സും സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു റീകൺസിലിയേഷൻ, ഒരു പുതിയതല്ല, ഒരു ഹോപ്പ്, പിന്നെ ഒരു വിശ്വാസം, പിന്നെ ഒരു പുതിയൊരു തുടക്കം. ഹാപ്പിനെസ് സന്തോഷത്തിലേക്കുള്ള ഒരു തുടക്കം, അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇവിടെ എന്താണ് ചാലഞ്ച്? നമുക്ക് നോക്കാം. സന്തോഷകരമായ ഒരു സിറ്റുവേഷനിലേക്കുള്ള ഒരു തുടക്കം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാണ്. രണ്ടും സ്റ്റാറാണ്, സണ്ണും സ്റ്റാറാണ്, ഇവിടെ കാണിക്കുന്നതും സ്റ്റാറാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയിലേക്കുള്ള ഒരു റീജുവനേഷൻ എന്ന് പറഞ്ഞാൽ പുനർജന്മം, അല്ലെങ്കിൽ എന്താ പറയുക, പ്രായമുള്ളവർ എന്തോ ഒരു കായകൽപ്പോ എന്തോ ചെയ്തിട്ട് ചെറുപ്പമായിട്ട് വരില്ല, അതുപോലെയൊക്കെയാണ് റീജുവനേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് ചെറുപ്പമായിട്ട് വരിക. അപ്പോൾ റിലേഷൻഷിപ്പ് ഒരു ചെറുപ്പമായിട്ട് വരാനുള്ള ഒരു ക്ലാരിറ്റി, അതാണ് ഒരു പുതുമ. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നു, പക്ഷെ അത് പോസിറ്റീവ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. വേൾഡ് കാർഡ് ഒരു ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനമായിരിക്കാം, ഒരു സൈക്കിളിൻ്റെ അവസാനം, എന്നിട്ട് ഒരു തുടക്കം. ഹെർമിറ്റ് കാണിക്കുന്നുണ്ട്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് നുണ പറയുന്ന ഒരാളാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ ഒരാളെ ഭയങ്കര കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ പറയുന്നതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സൈക്കിളാണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. ക്ലാരിറ്റി വരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റേതായ ഒരു 5 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ തമ്മിലടിയാണ്, ഒരു കോൺഫ്ലിക്റ്റ്, രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ, അതൊരു ബേർഡനായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ക്രോസ് റോഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സ്ഥലത്ത് എത്തി, മനസ്സിലാണ്ടോ? ഒരു വഴിത്തിരിവിലാണ്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് തീരുമാനിച്ചില്ല. കാരണം നിങ്ങൾ നേരത്തെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേഴ്സൺ ഇങ്ങനെയാണ്, ഭയങ്കര പോസിറ്റീവാണ്, വളരെ നല്ലതാണെന്നത്. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അറിയാൻ ഇടയാകുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ചാലഞ്ചായിട്ട് വരികയാണ്. ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ വീണ്ടും വിശ്വസിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? ഇതൊരു കൗണ്ടർ പാർട്ടാണ്. ഇതൊരു ഹസ്ബൻഡ് വൈഫാണ്. വളരെ റിലീജിയനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് രണ്ടുപേരും. ഇത് വെർഗോ പൈസസ് ആണ്, ഇത് ടോറസ് ആണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ നിങ്ങൾ ഒരു വളരെ നോളജബിൾ, രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് രണ്ടുപേരും. അപ്പോൾ ചിലപ്പോൾ സ്കൂൾ നടത്തുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന രണ്ടുപേരായിരിക്കാം. പക്ഷേ അവിടെ ഒരു അപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ജീവിതം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കാം. കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. അവരെ വഴികാട്ടികളാണ് നിങ്ങൾ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്. ഒരു ടീച്ചർ എന്താണ്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും എന്താണ് പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും കുട്ടികൾ വളർന്നു വരിക. നമ്മൾ പറയുന്നതല്ല അവർ കേൾക്കുന്നത്, നമ്മളുടെ പ്രവൃത്തിയാണ് അവർ ശ്രദ്ധിക്കുക. അതാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പറയും, ആൾക്കാർ പറയാറുണ്ട് എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല എന്ന്. അപ്പോൾ അത് നമ്മളുടെ തെറ്റാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ അമ്മയെയും അച്ഛനെയും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, അത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ
അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല വേണം, അവർ കണ്ട് മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ കണ്ടപ്പോൾ അമ്മയോട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്, പിള്ളേർ അതുപോലെ തന്നെ പെരുമാറുന്നു. അതിന് നിങ്ങൾ വയസ്സാകുമ്പോഴേക്കും എന്നെ നോക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടത് അതാണ് പിള്ളേർ കാണിക്കുന്നത്. മനസ്സിലാണല്ലോ? അപ്പോൾ നമ്മളുടെ പിള്ളേർ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നമ്മളാണ്, അല്ലാതെ വേറെ ആരുമല്ല, അവരുമല്ല, നമ്മളാണ് ഉത്തരവാദികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ശക്തി നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വഴികാട്ടികളാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആരോ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പോസിബിലിറ്റീസ്, ഒരു ഇന്നസെൻസ്. അപ്പോൾ ആരുടെയോ ഒരാളുടെ ക്യാരക്ടറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ പേഴ്സൺ ഒരു മുഖം മൂടി അണിഞ്ഞിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല, മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം മേ ബി നിങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. മനസ്സിലാവുണ്ടോ? പക്ഷെ ഈയിടെയായിട്ട് ആ പേഴ്സണിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഒരു പുതുമ ഒരു യൗവനം തിരിച്ചെടുക്കാൻ പോകുന്ന ഒരു ടെൻഡൻസി. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇതാണ് ഒരു ചാലഞ്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് പേഴ്സൺ ശരിക്കും, ഇയാൾ എന്താണ് അല്ലെങ്കിൽ ഇവരെന്താണ് എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ. മനസ്സിലായോ? നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. പേഴ്സൺ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉഴപ്പുന്നുണ്ടോ? ഇവിടെ അത് നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് വന്നായിരുന്നു നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവായതുകൂടെ നിങ്ങൾ ഇതിനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. മനസ്സിലായി? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പാഷനൊന്നും വലിയ ഇതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. കാരണം വളരെ മെച്യൂരിറ്റിയോടുകൂടി പെരുമാറുന്ന രണ്ടുപേരാണ്. അപ്പോൾ ഇവിടെ റൊമാൻസ് എവിടെ, സമയം എവിടെ എന്നൊരു ചിന്തയുണ്ട്. പിള്ളേർ കാണില്ലേ, പിള്ളേരെ പഠിപ്പിക്കണ്ടേ, അതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. അപ്പോൾ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഒരാൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പ് പിന്നെയും വർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണൽ സ്വഭാവം പയ്യെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇതൊരു ബേർഡനായിട്ട് മാറുന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാനോ ഇവിടെ ഒരു ഡിവോഴ്സ് നടത്താനോ ഒരു സെപ്പറേഷനോ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ ആരെക്കൊണ്ടെങ്കിലും സംസാരിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തത് ഈ പേഴ്സണെ പഴയ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ. മനസ്സിലായോ? അതിന് പോസിബിലിറ്റി ഉണ്ടോ? ഇത് എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക നിങ്ങൾക്ക്? ഇതൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങളുടെ. പിന്നെ അതേ ഇത് തന്നെ വന്നേ കണ്ടോ, അതേ സിറ്റുവേഷൻ തന്നെ. ഞാൻ നേരത്തെ കാണിച്ച ഡബിൾ എനർജിയും ലവേഴ്സിന് ഏഞ്ചലിൻ്റെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഒരു അമ്മയാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ പരിചരിക്കാനും സ്വന്തം കാര്യം പോലും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാൾ. അതുപോലെ ബിസിനസ്സും ഫാമിലിയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണിത്. പക്ഷെ ഒരു ഇൻഡിസിഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻഡിസിഷൻ ഉണ്ട്. മനസ്സിലായോ? ഇത് തീർത്ത് കളയണോ, സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കണോ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഒരു 6 ഓഫ് പെൻറ്റക്കിൾ സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ കുറേ നല്ല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പേഴ്സണിൽ നിന്ന് നല്ല കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഷെയർ ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു കുറച്ച് നാളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ചെകുത്താൻ്റെ ഒരു ഒബ്സസീവ് എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ട്. പക്ഷെ അത് തിരിച്ച് നിങ്ങളെ കൊണ്ടാകും അത് ഒരു ലവേഴ്സിൻ്റെ സിറ്റുവേഷൻ, ഒരു ഏഞ്ചലിൻ്റെ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഈ പേഴ്സൺ കുറച്ച് നാളായിട്ട് ഒരു ഒബ്സസീവ് എനർജിയാണ്. അതൊരു പാസിങ് ഫേസ് ആണ്, അത് മാറിക്കോളുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയരുത്. ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ തെളിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണ്ട. പേഴ്സൻ്റെ സിറ്റുവേഷനെ ചോദ്യം ചെയ്യണ്ട. നിങ്ങൾ ഈ പേഴ്സൺ സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൻ്റെ ഈ ഒരു ഒബ്സഷൻ വിട്ടുപോകും. അത് കഴിഞ്ഞാൽ തിരിച്ച് പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് കണക്ഷനിലേക്ക് വരും. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്.
അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും അത് തിരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. കുറച്ച് നാൾ ഈ പേഴ്സൺ ഈ ഒരു എനർജിയിൽ ഇരുന്നിട്ട് തിരിച്ച് പഴയ എനർജിയിലേക്ക് പൊക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക. ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഭയങ്കര ക്ഷമയുള്ള എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിൽക്കുക. നിങ്ങൾക്കൊരു മനഃചാഞ്ചല്യം വരും, ഇതെനിക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് മതിയായി, വിട്ട് കളയാമെന്നായിരിക്കും. പക്ഷേ അത് ചെയ്യണ്ട. ചിലപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഒരു പുതിയൊരു യങ് എനർജി കയറിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതിനോട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഒരു യങ് മൈൻഡിലേക്ക് വരുന്നത്. പക്ഷേ അത് തിരിച്ച് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനിലേക്ക് വരും. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാവും പേഴ്സണൽ ലൈഫിൽ, മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അത് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ചിലപ്പോൾ പുതിയ മ്യൂസിക് കേൾക്കുക, പുതിയ ഒരു കരിയർ ഫോളോ ചെയ്യുക, അതുമാവാം തേർഡ് പാർട്ടി കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ റീഡിങ്. ജെമിനായി, കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് ലിയോ അക്വാരിയസ് സ്കോർപിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ക്യാൻസർ പൈസസ് സ്കോർപിയോ, അക്വാരിയസ് ലിബ്ര ജെമിനായി. നിങ്ങളത്ര ഹാർഡ് ബ്രോക്കൺ ഒന്നുമല്ല ഇതിൽ. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, കാരണം നിങ്ങൾ മെച്യൂർഡ് ആയതുകൊണ്ടായിരിക്കും വെറുതെ ഇരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടാത്തത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് വെർഗോ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ടോറസ് ലിയോ അക്വാരിയസ് സ്കോർപിയോ, അക്വാരിയസ് ഏരീസ്, ടോറസ് വെർഗോ പൈസീസ്, ലിയോ അക്വാരിയസ്. നിങ്ങൾ ശരിക്കും ഈ സിറ്റുവേഷൻ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ഒരു വലിയൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക്. ആകെ നിങ്ങൾ വിറച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളത് ആരോടും പറയുന്നില്ല. നിങ്ങൾ അതൊരു സീരിയസ് ആയിട്ട് ഉള്ള പ്രശ്നമാണെന്ന് ഈ പേഴ്സണോടും പറയുന്നില്ല, കാണിക്കുന്നില്ല ആരെയും, മനസ്സിലാവുണ്ടോ? കുട്ടികളോടൊന്നും പറയുന്നില്ല. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഞാൻ ഇനി അടുത്ത റീഡിങ്ങിലേക്ക് പോവാണ്. പിങ്ക് സെലക്ട് ചെയ്ത റീഡിങ്ങിലേക്കാണ് പോകുന്നത്. പിങ്ക് സെലക്ട് ചെയ്ത റീഡിങ്ങിൽ നിങ്ങൾ എന്ത് ചാലഞ്ചാണ് ഫേസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ? ഓക്കെ, അപ്പോൾ ഞാനൊരു ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. റീബേർത്ത് ഓഫ് ലോർഡ് ഗണേശ. ഇത് മിസ്റ്റേക്സിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ കാർഡാണിത്. നമ്മൾ ചെയ്ത തെറ്റുകളും പാപങ്ങളും എല്ലാം പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നിട്ട് തെറ്റ് ആവർത്തിക്കരുത്. അവിടെയാണ് കാര്യം. തെറ്റ് ചെയ്തു, അത് ഓക്കെ, എനിക്ക് മനസ്താപമുണ്ട്, ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രായശ്ചിത്തം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? Ten of Pentacles. ഇതാണ്. അപ്പം നിങ്ങൾ ഒരു ഫാമിലിയാണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. പേരും പ്രശസ്തിയുള്ള 2 പേരാണ്, 4 പേരറിയുന്ന ഒരു ഫാമിലിയാണ്. ഇഷ്ടംപോലെ പണമുള്ളവരാണ്, ബിസിനസ്സുകാരായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ല ഉയർന്ന ലെവലിലുള്ള 2 പേരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്ലാരിഫൈ ചെയ്തു. 3 of Cups, ഒരു സെലിബ്രേഷൻ, ഫ്രണ്ട്ലി ആണ്, ഒരു ടവർ. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഹാപ്പി ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതെന്ത് പറ്റി? എന്താണ് ടവർ? നമുക്കത് ചാലഞ്ച് എന്താണെന്ന് ചോദിക്കുന്നത് നോക്കാം. ടവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിരുന്ന, വളരെ ഹാപ്പി ആയിരുന്ന 2 പേര്, അല്ലെങ്കിൽ മൊത്തം ഒരു ഫാമിലി, മക്കളും ഭർത്താവും ഭാര്യയും, ഇഷ്ടംപോലെ പണമുള്ള, അവിടെ ഒരു വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടായിരുന്നു.
എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? ഒരു പാഷനറ്റ്, ആർക്കും ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കിട്ടി ഇവിടെ. ആർക്കും ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കിട്ടിയിട്ടുണ്ട്. 2 ന്യൂ ബിഗിനിങ് ഇവിടെ വന്നു. ഈ ഏസസ് എല്ലാം ന്യൂ ആണ്. പുതിയൊരു മെസ്സേജ്, പുതിയൊരു പാഷൻ. ആർക്കാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നോ അവിടെ? അത് ജോലിയിലാണോ? അതോ പേഴ്സൺ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ആരെങ്കിലും ആണോ? വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആർക്കോ വന്നു. അത് ഇവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ. നിങ്ങളാണോ അത്? നിങ്ങൾ വളരെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ലൈഫ് ഭയങ്കര ലക്കിയാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, വൈഫ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന സിറ്റുവേഷൻ, എൻ്റെ വൈഫാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു സിറ്റുവേഷൻ വേണ്ട, ഞാൻ ഈ സിറ്റുവേഷനിൽ ഹാപ്പിയാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ നിങ്ങൾ ചിലപ്പോൾ പഴയ റിലേഷൻഷിപ്പ് എന്തെങ്കിലും പൊങ്ങി വന്നതാണോ, അതോ പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണോ? അത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സണൽ എനർജി ആവാം. അതാണ് ഒരു ടവർ മൊമെൻ്റ് ആയിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു ആ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ ചാലഞ്ച്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനമെടുത്തതാണ് നിങ്ങളുടെ ചാലഞ്ച്. മനസ്സിലായോ? നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ? എന്തായാലും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരാൾ വന്ന് കയറിയിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പം നിങ്ങളുടെ ചാലഞ്ച് നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങൾ തന്നെയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷൻ വന്നേക്കുന്നത് നിങ്ങൾ കാരണമാണ്, അല്ലാണ്ട് പേഴ്സൺ കാരണമല്ലത്. മദർ ഓഫ് വാൻസ് റിവേഴ്സാണ്. ഇതൊരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവർ സംശയം, ഇപ്പോൾ ഇതൊരു വിഷമുള്ള എനർജിയാണ് കേട്ടോ. നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് വളരെ സീക്രട്ടീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങളങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളുടെ കൺട്രോളിൽ ഈ സിറ്റുവേഷൻ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറും. കാരണം ഈ എനർജി ചില്ലറക്കാരിയല്ല, അത് സ്ത്രീ എനർജിയാണത്. അത് ആണായാലും പെണ്ണായാലും സ്ത്രീ എനർജിയാണത്. അത് ഭയങ്കര അബ്യൂസീവ് എനർജിയാണ്, ഭയങ്കര വിഷമുള്ളൊരു സാധനമാണ്. ചിലപ്പോൾ ഒരു അമ്മയും ഒരു സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ഫാദർ ആയിരിക്കാം. വളരെ വളരെ വിഷമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ കുറേ ആലോചിച്ചു ഇതിനകത്തേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി, അപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയതിനനുസരിച്ചാണ് നിങ്ങൾ ഇതിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, എടുത്തു ചാടുന്നില്ല. എടുത്തു ചാടിയാൽ അതൊരു ബേർഡനായിട്ട് മാറും. എന്നാലും നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. 8 ഓഫ് പെൻറ്റക്കിൾസ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണോ ഇത്? 10 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുതുമ അന്വേഷിച്ച് പോവുകയാണോ നിങ്ങൾ? കാരണം നിങ്ങളിവിടെ ഓൾമോസ്റ്റ് ഹാപ്പി ആയിരുന്നു, എല്ലാം കൊണ്ടും സുഭിക്ഷം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല, എല്ലായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ഇതൊരു ഡ്രാമ, മീൻസ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണിത്. എന്ന് വെച്ചാൽ ഉള്ളിലൊന്നുമില്ല, പക്ഷേ ഭയങ്കര സ്നേഹം അഭിനയിക്കുന്ന, നന്നായിട്ട് തോരാതെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു 10 ഓഫ് കപ്സ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ വഴിയില്ല കേട്ടോ. അതൊരു പണിയാണത്. നിങ്ങൾക്കറിയാമോ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്? ഇതിനകത്ത് നിങ്ങൾ പക്ഷേ സ്റ്റക്കാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റക്കായത്? നിങ്ങൾ ഇവർക്ക് പൈസ വല്ലതും കൊടുത്തിട്ടുണ്ടോ? അതോ ഇത് തിരിച്ചു വരുന്നതാണോ? നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരെങ്കിലും വന്നതാണോ? നിങ്ങൾ പാസ്റ്റിൽ നിന്ന് വന്നത് റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റക്കാണ് ഇവിടെ. നിങ്ങളുടെ ഹോപ്സ് ആൻഡ് ഡിസയേഴ്സ് അല്ല ഇവർ. അപ്പോൾ അത് എന്ത് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പെട്ടുപോയത്? നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങളുടെ മെച്യൂരിറ്റിയും നിങ്ങളുടെ പ്രാക്ടിക്കലായ മനസ്സും ലോജിക്കലായിട്ട് പെരുമാറുന്ന നിങ്ങൾ, എടുത്തു ചാടാത്ത നിങ്ങൾ, ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരുന്നത്. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ്. നിങ്ങളിത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് നിങ്ങളുടെ ചാലഞ്ച്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഒരു ചെറിയൊരു ഫ്ലിങ് പോലെ ചെറിയൊരു റിലേഷൻഷിപ്പ്, ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയോ, പക്ഷെ ഇതൊരു വിഷമാണ് ഈ സാധനം. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു തലവേദനയാവും. അപ്പോൾ ചിലപ്പോൾ ഇത് ഇപ്പം തന്നെ ആ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവാം. മനസ്സിലാവുണ്ടോ? ഇവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. വീട്ടിൽ വന്ന് പറയും, നാട്ടുകാരോട് പറയും, അവിടെ പറയും, ഇവിടെ പറയും എന്ന് പറഞ്ഞിട്ട് വളരെ സ്വീറ്റായിട്ടിരുന്ന ഒരു ക്യാരക്ടർ ഇപ്പോൾ ഭയങ്കര വിഷമായിട്ട് നിങ്ങൾ കാണാത്തൊരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അതാണ് നിങ്ങൾക്ക് ചാലഞ്ച് അയക്കുന്നത്. വലിയൊരു ടവറാണത്. ഇതെങ്ങനെ ഒഴിവാക്കുമെന്ന് നിങ്ങൾക്കൊരു എത്തും പിടിയില്ല. അപ്പോൾ ന്യായമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്ന് പറയുകയാണ്. പക്ഷെ നിങ്ങളത് ചെയ്യുമോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇതെങ്ങനെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇതൊരു നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. മനസ്സിലായോ? നിങ്ങൾ വെറുതെ നൈമിഷികമായ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കുഴിയിലേക്ക് വീണേക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെ നിങ്ങൾ കരകയറും? ഇതാണ് നിങ്ങളുടെ ചാലഞ്ച്. ഇവിടെ ഒരു ഗൈഡൻസ് എങ്ങനെ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾ പെട്ടുപോയി ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് കുഴിയിൽ ആണെന്ന് ഇവരുടെ ഇപ്പോഴത്തെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു, അറിയില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് തരാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ പറ്റുന്നത്? ഇതിന്ന് ഇവർക്ക് എങ്ങനെ കരകയറാൻ പറ്റും? ഈ പൊട്ട വീണ് നോക്കാൻ പറ്റും. ഇല്ലില്ല, ഇത് അങ്ങനെ തന്നെ വീണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷഫിൽ വീണത് ആ കാർഡ്സ് അങ്ങനെ തന്നെ വീണു. അത് വേണ്ട, എടുക്കുന്നില്ല. ഷഫിൽ ചെയ്തിട്ടും അത് ഒരു 10 കാർഡുണ്ട്, അതെങ്ങനെ ഒരുപോലെ വന്നത്? ഞാൻ എടുക്കുന്നില്ല. നമുക്ക് നോക്കാം, നമുക്കൊരു ഗൈഡൻസ്. ഇതാണ് നമ്മുടെ കിങ് ഓഫ് കപ്സും 7 ഓഫ് സ്വേർഡ്സുമാണ് വന്നേക്കുന്നത്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. അപ്പം നിങ്ങൾ 2 വഞ്ചിയിൽ കാല് വെച്ച് നിൽക്കാൻ ആഗ്രഹിച്ചു. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇവിടെ ചതി ചെയ്തു. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ട്രാപ്പിലാക്കി. ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ആയിട്ട് വന്നു. നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക്? അപ്പോൾ ഗൈഡൻസ് പറയുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുക. ഈ സിറ്റുവേഷൻ കൺട്രോളിൽ നിർത്തുക. മനസ്സിലാവണ്ടോ? നിങ്ങൾ ഒരു ഇമോഷണൽ ഡ്രാമയിലേക്ക് നിങ്ങളെ ഇമോഷണൽ ഡ്രാമയിലേക്ക് വലിച്ചിടാൻ നോക്കും. അത് നിങ്ങൾ ഇമോഷണൽ ഡ്രാമയിലേക്ക് വീഴരുത്. ഒരു ബ്ലാക്ക് മെയിലിംഗ് സിറ്റുവേഷനിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത് നിങ്ങളത് ഒഴിവാക്കിയെടുക്കുക. നിങ്ങളെ പേടിക്കുന്ന പോലെ കാണിക്കരുത്. പേടിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ശരിക്കും മുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെന്തൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഇമോഷണലി കൺട്രോൾ വെക്കുക. ബാലൻസ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ വരുത്തി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടോളറേറ്റ് ചെയ്യുവരെ, മനസ്സിലാവണ്ട. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നല്ലൊരു ഭർത്താവിനെ പോലെ അല്ലെങ്കിൽ ഭാര്യയെ പോലെ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പേഴ്സണോട് തുറന്നു പറയണം നിങ്ങളുടെ പാർട്ട്ണറെ. എന്നാലേ ഇവരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ സിറ്റുവേഷനിൽ കാരണം നിങ്ങളുടെ പാർട്ട്ണറും ഇതൊരു വലിയൊരു പ്രശ്നമാക്കാൻ ആഗ്രഹിക്കില്ല. കാരണം പേരും പ്രശസ്തിയുള്ള ഫാമിലി ആവുമ്പോൾ 4 പേര് അറിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണ്. അപ്പോൾ ആ നിങ്ങളുടെ പേഴ്സണും വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സത്യം അവരോട് തുറന്ന് പറയുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ കുറച്ച് ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടായാലും ഇത്രയും പ്രശ്നമാവില്ല. ഈ വിഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല, നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കില്ല. മനസ്സിലാവട്ടോ? അപ്പോൾ ഇത് ശരിക്കും നിങ്ങളെ പാർട്ട്ണറെ നിങ്ങൾ പറ്റിക്കുകയാണ് ചെയ്തത്. അത് തുറന്ന് പറയുക, ഒരു കൺഫെഷൻ നടത്തുക. എന്നിട്ട് നിങ്ങൾ ഇവരെ ഫേസ് ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് സപ്പോർട്ട് തരുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്തിനേയും ഫേസ് ചെയ്യാം, അല്ലേ? നിങ്ങൾക്കിപ്പോൾ പേടി എന്താണ്? 4 പേര് അറിയും, നിങ്ങളുടെ ഫാമിലി അറിഞ്ഞാൽ പ്രശ്നമാകും, നാട്ടുകാരറിയും. പക്ഷെ നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറോട് നിങ്ങൾ തുറന്ന് പറയുമ്പോൾ അവർ
അത് എടുക്കേണ്ട തരത്തിലെടുക്കും. ചിലപ്പോൾ വഴക്കുണ്ടാവും, അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം നിങ്ങൾ അങ്ങനെ ഒരു തെറ്റാ ചെയ്തേക്കുന്നത്. അപ്പോൾ വഴക്കുണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ കൺട്രോളിൽ നിൽക്കുക. നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ ലൂസ് ചെയ്യരുത്. മനസ്സിലാവണ്ടോ? സത്യം തുറന്ന് പറയുക. എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ പാർട്ട്ണർ ഇതെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഇവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ നാട്ടുകാരോട് പറയുന്നത് നാട്ടുകാരെ വിശ്വസിക്കണം എന്നില്ലല്ലോ. കാരണം ഇവരുടെ സ്വഭാവം പൊതുവെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല പേരുള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആൾക്കാർക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞിട്ട് ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാർട്ട്ണറോട് ഇത് തുറന്ന് പറയുക. അതാണ് നിങ്ങളുടെ സൊല്യൂഷൻ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കറക്റ്റ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണം എങ്ങനെ? നിങ്ങളുടെ പാർട്ട്ണറോട് പറയുക. അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി, ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനാണ്, എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പാർട്ട്നേഴ്സ് രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അതാണ് വേണ്ടത് കേട്ടോ. Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Pisces, Aquarius, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini. ഇതാണ് ഫൈനൽ റീഡിംഗ്. ഇതോടെ ഞാൻ റീഡിംഗ് നിർത്തുകയാണ്. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.